സ്റ്റുഡൻസ്, ഇന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ വായിക്കാം. എ സം ഓഫ് റുപ്പീസ് 10,000 ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 18% പെർ ആനം. വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് പെർ മന്ത്? ഇതാണ് ചോദിക്കുന്നത്. ഒരു മാസം എത്ര ആണ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു മാസം കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്ര? നമുക്ക് ഇക്വേഷൻ ഇട്ട് ഇതിനെ ചെയ്യാം. ഇക്വേഷൻ എന്താണ്? I is equal to PNR അല്ലേ? അപ്പം നമ്മളോട് ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P is equal to 10,000, ദെൻ റേറ്റ് തന്നിട്ടുണ്ട്. റേറ്റ് 18% ആണ്. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല തന്നിരിക്കുന്നത്, പെർ മന്താണ് ചോദിച്ചിരിക്കുന്നത് N. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? I കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പലിനെ റേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. റേറ്റ് 18% എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? 18/100. 18/100 ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വർഷത്തേനുള്ളതാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. 1800 എന്ന് പറയുന്നത് പെർ ഇയർ ആണ്. അപ്പോൾ ചിലപ്പോൾ പെർ മന്ത് എന്നുള്ള പെർ മെൻസം എന്ന് ചോദിക്കാം. പെർ മെൻസം മീൻസ് പെർ മന്ത് ആണ് കേട്ടോ. പെർ മന്തിൻ്റെ മറ്റൊരു പേരാണ് പെർ മെൻസം. ഇനി പെർ ആനം എന്ന് പറഞ്ഞാൽ പെർ ഇയർ എന്നാണ് അർത്ഥം. പെർ ആനം. ഇനി 1800 എന്ന് പറഞ്ഞാൽ പെർ ഇയർ ആണ്, പെർ ആനമാണ്. ഇനി നമുക്കതിൻ്റെ പെർ മന്ത് കണ്ടുപിടിക്കാൻ. ഇൻട്രസ്റ്റ് പെർ മന്ത്, ഒരു മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. ഒരു മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? 1800 ഡിവൈഡഡ് ബൈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 12നെ 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 6 are 12, 3 6 are ഇത്. ഇനി അപ്പോൾ 300 എന്ന് വരും. 300ൻ്റെ പകുതി 150. അപ്പോൾ ഇവിടെ എത്ര ഇൻട്രസ്റ്റ്? ₹150 വരും. ഒരു മാസത്തെ ഇൻട്രസ്റ്റ് 150 വരും. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹5,000 അറ്റ് ദ റേറ്റ് ഓഫ് 8% ഫോർ 1 year 6 months ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 5,000, ദെൻ റേറ്റ് ഈസ് ഈക്വൽ ടു 8%, ദാറ്റ് മീൻസ് 8/100, ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 1 year 6 months. 1 year 6 months ആണ്. അതിന് നമുക്ക് 1.5 എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇംപ്രോപ്പർ ആക്കുമ്പോൾ 3/2 എന്ന് വരും. നമുക്കിത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? 5,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/2. 5,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/2. അപ്പം നമുക്ക് ഈ സീറോയും കൂടെ കട്ട് ചെയ്യാം. ഇതുകൂടി കട്ട് ചെയ്യാം. ഇനി 4ഉം 8ഉം കൂടി, 8ഉം 2ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ 4 കിട്ടും. ഇനി 4 5s are 20 ഇൻറ്റു ഇപ്പോൾ 200 വരും. ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 600 ആണ് ഇതിൻ്റെ. വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുക. അപ്പോൾ ₹600 വരും ഇതിൻ്റെ ഇൻട്രസ്റ്റ്. ഇനി അടുത്തത്, എ പേഴ്സൺ ബോറോഡ് ₹20,000. എ പേഴ്സൺ ബോറോഡ് ₹20,000 ഫോർ 2 years. ഇത് 2 വർഷത്തേനാണ് ഇവിടെ പണം ബോറോ ചെയ്തിരിക്കുന്നത്. ഫോർ 2 years ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്. അറ്റ് ദി എൻഡ് ഓഫ് 2 years ഹി ഹാഡ് ടു റീപേ. പ്രിൻസിപ്പലും കൂടെ കൂടി എമൗണ്ടാണ് തന്നിരിക്കുന്നത്. റേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റേറ്റ് കാണാൻ I ഇൻറ്റു 100/PN വരും. I ഇൻറ്റു 100/, ഇക്വേഷൻ എപ്പോഴും കാണാൻ പഠിച്ചോണം. അപ്പം നമുക്കിവിടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ P തന്നിട്ടുണ്ട്. P ഈസ് ഈക്വൽ ടു 20,000. ദെൻ ഇവിടെ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. എമൗണ്ട് മീൻസ് P + I ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 24,000. അപ്പോൾ ഇത് വെച്ച് നമുക്ക് I കണ്ടുപിടിക്കാം. 24,800. 24,800 മൈനസ് 20,000. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4,800 വരും ഇവിടെ ഇൻട്രസ്റ്റ്. ഇനി 24,000 ആൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയാൻ ഇവിടെ വർഷം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 years. നമുക്ക് ഇതിനെ ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. R is equal to
ഐ എന്ന് പറയുന്ന 4800. 4800 ഇൻറ്റു 100 ബൈ 20,000 ഇൻറ്റു 2 ഇയേഴ്സ് അല്ലേ 2. നമുക്കിത് കട്ട് ചെയ്യാം. ഇതൂടെ കട്ട് ചെയ്യുക. ഇനി 48ൻ്റെ പകുതി എടുത്താൽ മതി 2 വരുമ്പോൾ 24. 24ൻ്റെ പകുതി വീണ്ടും 12. അപ്പോൾ ഇവിടെ എത്രയാണ് റേറ്റ്? 12% വരും. നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ₹1000 അറ്റ് ദ റേറ്റ് ഓഫ് 10% ഫോർ 146 ഡേയ്സ്. ഡേയ്സ് വന്നാൽ അങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ P is equal to 1000, then rate is equal to 10%, that means 10/100 എന്ന് വരും. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 146 ഡേയ്സ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഐ ഈസ് ഈക്വൽ ടു ഐ കണ്ടുപിടിക്കാൻ ഐ ഈസ് ഈക്വൽ ടു PNR/100. PNR/100 വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു P1000 ആണ്. പിന്നെ N എന്ന് പറയുന്നത് 146 ഡേയ്സ് ആണ്. 146/365 പിന്നെ ഇൻറ്റു 10/100 വരും. നമുക്കിനെ കട്ട് ചെയ്യാം. ഇതാ. ഇനി 100ഉം 360 കൂടെ 5 കൊണ്ട് പറ്റും. 25, 100, 365. 36 7 5s are 35, പിന്നെ 15 വരും 3. എന്ന് നോക്കിയാൽ 73 2 ടൈംസ് ആണ് 146. 2 ടൈംസ്. അപ്പം 20 × 2 വരും. എത്ര വരും? 40. അപ്പോൾ ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. 4 ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ചെയ്തു തരാം.